യേശു കർത്താവിൻ്റെ യാത്രാവേളകളിലെല്ലാം ഭയങ്കര ജനക്കൂട്ടം ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ അധികാരത്തോടെയുള്ള യാത്ര ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ജനത്തിന് കുറവൊന്നും വന്നിട്ടില്ല, അത്ഭുതങ്ങളുടെ കുറവുകൾ വന്നിട്ടില്ല, വീര്യപ്രവർത്തികളുടെ കുറവുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? സൗഖ്യമാകുന്നവർ ചുരുക്കമെന്നൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചോദിക്കാനൊക്കത്തില്ല. അതുപോലെ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ചോദ്യം, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അത് ഞാൻ പറഞ്ഞത്, ആ ചോദ്യം അങ്ങേരെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടത്തില്ല. കർത്താവ് അതിന് പറഞ്ഞ മറുപടി, ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ പോരാടുവിൻ. പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും. അപ്പൊ ശ്രമിച്ചതുകൊണ്ട് നടക്കാത്ത ഒരു കാര്യം. പലരും ശ്രമിക്കും, നടക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുക, ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ പോരാടും. മിക്കവാറും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം നന്നായി ആത്മയുദ്ധം നമ്മൾ സംസാരിക്കും, ഇല്ലേ? സംസാരിക്കും. പൗലോസ് ശ്ലീഹ ആത്മയുദ്ധത്തെക്കുറിച്ച് വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. പൈശാചിക തലങ്ങളുടെ 4 തട്ടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, അവയോട് നമുക്ക് യുദ്ധമുണ്ട്. അത് പഠിച്ചത് കൊണ്ട് ചെയ്യുന്ന യുദ്ധമല്ല, അത് വെളിപ്പാടിൽ ചെയ്യുന്ന യുദ്ധമാണ്. അത് സംഭവിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണമെന്നൊന്നുമല്ല പൗലോസ് പറഞ്ഞത്, പ്രകാശിക്കണം. അത് ചെയ്യണമെങ്കിൽ ഒരു വെളിപ്പാടിൻ്റെ ആത്മാവ് ഒരാളുടെ മേൽ വ്യാപരിക്കണം. ആ വെളിപ്പാടിൻ്റെ തലത്തിലാണ് അത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നന്നായി പൗലോസ് ശ്ലീഹായെ അത് ഗ്രഹിപ്പിച്ചു. ആത്മയുദ്ധത്തിൻ്റെ കാതലായ സത്യങ്ങൾ പൗലോസ് ശ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധേയമായി പോയത്. സാധാരണ പ്രാർത്ഥനകളല്ലേ. ആ പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാൻ നമ്മൾ ഉപവസിക്കുക. ആ ദൈവദാസന്റെ പ്രാർത്ഥനയുടെ ഒരു വരിയാണ് ഒരു ദൈവദാസന്റെ 2 മണിക്കൂർ പ്രസംഗം. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു വരി കാലങ്ങൾ കഴിഞ്ഞു വരുന്ന തലമുറയിലെ അഭിഷിക്തന്മാരുടെ 2 മണിക്കൂർ പ്രസംഗമാണെങ്കിൽ ആ പ്രാർത്ഥന എന്തുവായിരിക്കും, അല്ലേ? അദ്ദേഹത്തിന് മേൽ വ്യാപരിച്ച പ്രാർത്ഥനയുടെ വെളിപ്പാട് എന്തുവായിരിക്കും? അദ്ദേഹത്തിന് മേൽ വ്യാപരിച്ച പ്രാർത്ഥനയുടെ അഭിഷേകം എന്തുവായിരിക്കും? ഈ ഉപവാസത്തിന്റെ അവസാന നിമിഷങ്ങളല്ലേ ഇത്? ദാഹിക്കണം ദൈവമേ, ആ ഒരു പകർച്ച, ആ ഒരു പകർച്ച ദാഹിച്ചാൽ മതി, ദൈവം തരും. അതിന് ഒറ്റ യോഗ്യതയേ ഉള്ളൂ, ദാഹം.
അങ്ങനെ ഒരു ദാഹം നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജാഗരിക്കും. ആമേൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു നോക്കിയേ, ഓരോ പട്ടണങ്ങളെ തൊടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചപ്പോൾ പറയാൻ ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, പൗലോസ്. ഈ മനുഷ്യനെ ആ പട്ടണത്തിൽ അയച്ചാൽ ഇയാൾ പ്രാർത്ഥിച്ചത് തുറക്കും. കൊരിന്തിൽ ആരെ വിടണം? പൗലോസ്. എഫെസോസിൽ ആരെ വിടണം? പൗലോസ്. ഫിലിപ്പിയിൽ ഒരു കാര്യം ചെയ്യണം, ആരെ വിടണം? ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ എന്തുവാ തിരയുന്നേ? അല്ലേ, ആരെയാ തിരയുന്നേ? പ്രാർത്ഥിച്ച ആത്മതലങ്ങളെ തുറക്കാൻ കൃപ പ്രാപിച്ച ഒരാൾ. ഇങ്ങനെ ഒരാളിനെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്ന എന്താ നോക്കി, അശുദ്ധ ശക്തികൾ, ഭൂതാത്മാക്കൾ പറയുക, യേശുവിനെ ഞങ്ങൾക്കറിയാം. അവിടെ കൊണ്ട് നിർത്തിയില്ല, പൗലോസിനെ പരിചയമുണ്ട്. അവർക്ക് പരിചയമുണ്ട് ഈ പൗലോസിനെ. എന്തുകൊണ്ട് പരിചയമുണ്ട്? പ്രാർത്ഥനാ മുറിയിലിരുന്ന് ആത്മതലങ്ങളിൽ പൈശാചിക പദ്ധതികളെ തകർത്ത് കളയുന്ന പ്രാർത്ഥനയുടെ വരം പ്രാപിച്ച മനുഷ്യനെ അശുദ്ധ ശക്തികൾക്ക് പരിചയമുണ്ട്. എന്തുവായിരിക്കും പ്രാർത്ഥന, അല്ലേ? ദാഹിക്ക് ദൈവമക്കളെ, ദൈവം അത് തരും. യേശു കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുക, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കാന്നു? കർത്താവിന്റെ മറുപടി അതെ എന്നും പറഞ്ഞില്ല, അല്ല എന്നും പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ അപ്പൊ ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ ഞാൻ നടത്തുന്ന യുദ്ധത്തിൽ വാതിൽ വിശാലമാകുമെന്നാണ്. ആ യുദ്ധം എങ്ങനെയായിരിക്കും? ഞാൻ കടക്കാൻ ശ്രമിക്കുന്ന വാതിൽ വിശാലമാകുമെന്നാണ്. അല്ല, എന്നിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ആത്മയുദ്ധത്തിന്റെ ഒരു തലം പൈശാചിക മേഖലകളാണെങ്കിൽ ആത്മയുദ്ധത്തിന്റെ രണ്ടാമത്തെ തലം നമ്മൾ തന്നെ. നമ്മൾ യുദ്ധം ചെയ്ത് നമ്മളെ ഒരുക്കിയെടുക്കും. പൗലോസ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. അപ്പൊ പൗലോസിന്റെ ശരീരം നിയന്ത്രിച്ചില്ല. പൗലോസിൽ വ്യാപരിച്ച അഭിഷേകം പൗലോസിന്റെ ശരീരത്തെ നിയന്ത്രിച്ചു. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. ഇനി ലൂക്കോസിന്റെ സുവിശേഷം, ഇതാണ് നമ്മൾ വായിച്ച വാക്യം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അതിന് മറുപടി, ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ പോരാടുക. പലരും കടപ്പാൻ നോക്കും, കഴിയും എന്നല്ല പറഞ്ഞേ, അപ്പൊ എന്തൊരു ഗൗരവം അല്ലേ?
ഇതൊക്കെ പലവട്ടം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, ഞാനും വായിച്ചിട്ടുള്ളത്. പക്ഷെ യേശു കർത്താവ് പറയുക, പലരും ക്ഷമിക്കും, കഴിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഗൗരവമായൊരു കാര്യമാണല്ലോ ഈ സാധനം. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഗൗരവമുള്ളതാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഓർമ്മയുണ്ടോ? യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, കണ്ടോ, പ്രസംഗം ആരംഭിക്കുമ്പോൾ നാന്നോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ ധ്യാനിച്ച വചനം ഏതായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അന്ന് പറഞ്ഞതാ, ഉപദേശിയെ മറന്നാലും ദൂതും മറക്കല്ലേ. തകർത്തുവാരി എഴുതിയ ടീമുകളുണ്ട് ഇവിടെ. അന്നേരവും ഞാൻ പറഞ്ഞു, നിങ്ങളിത് പേപ്പറിൽ എഴുതല്ലേ, പിടിക്കുകയില്ല, ഇത് ഹൃദയത്തിൽ എഴുത, അത് നിൽക്കും. മറന്നല്ലേ? അന്തസ്സായിട്ട് മറന്നു. ഞാനൊരു ടവലൊക്കെ ഇട്ട് മുഖത്തൊക്കെ ഇട്ട് പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയുണ്ടോ വല്ലോ? ആരോട് പറയാം? നിങ്ങൾ വിചാരിക്കും 1.5 മണിക്ക് തീരുമെന്നല്ലേ? എന്നോട് പാസ്റ്റർ പറഞ്ഞത് ഇന്ന് 19-ാമത്തെ ദിവസമാണ്, സമയപരിധിയില്ല, പറയുന്നെല്ലാം കേൾക്കാൻ എല്ലാവരും റെഡി അല്ലേ പാസ്റ്റർ? ഈ ദൂത് ഞാൻ അകത്ത് എഴുതാതെ ഇന്ന് പ്രസംഗിച്ച് നിർത്തിയല്ല. സ്പീഡിലൊന്നും പോകത്തില്ല, ഈ ദൂത് മറക്കാൻ ഒക്കത്തില്ല. ഓർക്കുന്നുണ്ടോ? ഇപ്പം ജീവിതം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ ദർശിക്കാതിരിക്കാൻ മോശ തൻ്റെ മുഖത്ത് ഉണ്ടോ? ഓർമ്മയുണ്ടോ? ദയവ് ചെയ്ത് ഇത് മറക്കല്ലേ. ലൂക്കോസിന്റെ സുവിശേഷം 3:23, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, ഉണ്ടോ? ആ വാക്ക് നോക്കിയേ, പ്രസംഗം ആരംഭിക്കുമ്പോൾ എന്നല്ല, പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. എവിടെയാ പ്രവൃത്തി ആരംഭിച്ചേ? ജോർദാന്റെ കരയിൽ. അടുത്ത വാക്യം ഓർക്കുന്നുണ്ടോ? അവൻ ജോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. കാര്യം എന്താ? 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ജോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ജനം പറയുക, ഇവൻ ജോസഫിന്റെ മകൻ. ജനം അങ്ങ് വിചാരിക്കുക, ഇത് ജോസഫിന്റെ മകൻ. എന്താ കാര്യം? ജോസഫ് ഹേലിയുടെ മകൻ. എന്താ കാര്യം? ഹേലി മത്താത്തിന്റെ മകൻ. നോക്കിക്കോ, ഇല്ലേ? ടി വി കാണിക്കുന്നില്ലേ? ഇല്ലേ? ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസേഫിന്റെ മകൻ, ജോസഫ് യോസേഫ് മത്തത്യാസിന്റെ മകൻ, മത്തത്യാസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ. നമ്മൾ ഈ 3-ാമത്തെ അധ്യായം വായിച്ചിട്ടുള്ളപ്പോൾ എവിടെ വരെ പോയിട്ടുണ്ട്? 3-ാമത്തെ ലൂക്കോസ് 3 വായിച്ചപ്പോൾ എവിടെ വരെ പോയിട്ടുണ്ട്?
ജോസഫ് ഏലിയുടെ മകൻ, ഏലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി എന്നായിയുടെ മകൻ, എന്നായി ജോസഫിന്റെ മകൻ, ജോസഫ് മത്തത്യാസിന്റെ മകൻ. ആമോസിന്റെ മകൻ. പോയിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ വരെയൊക്കെ പോയിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൊത്തം ഒന്ന് നോക്കി. സത്യമല്ലേ? നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറേ അപ്പന്മാരുടെ മക്കളുടെ പേരാ. എന്തു ദൂത അതിനകത്തുള്ളത്? ടക്ക് ഒരടി. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാൻ വിട്ടു മടങ്ങി. അപ്പൊ കുറെ അപ്പന്മാരുടെയും മക്കളുടെയും പേര് നമ്മൾ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വിട്ടുകളഞ്ഞു. അപ്പൊ ഒരു ദാക്ഷിണ്യമില്ലാതെ വിട്ട് കളയത്തക്ക തരത്തിൽ കുറെ പേര് തമ്പുരാൻ എഴുതുവോ? ഒരു പ്രാധാന്യം ഇല്ലാതെ എഴുതുവോ? എഴുതത്തില്ല അല്ലേ? എഴുതത്തില്ല. എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ട് നമ്മളോട്. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ. അത് ഓരോരോ സമയത്താണ് ഓരോ കാര്യങ്ങളുടെ അടർത്തി ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ ഈ ഇത് വിചാരിക്കാൻ കാര്യം, ജനത്തിനറിയാം ഇതൊരു ചൊല്ലല്ലേ. ജോസഫ് ഏലിയുടെ മകൻ, ഏലി മത്താത്തിന്റെ മകൻ, മത്താത്ത് മെൽക്കിയുടെ മകൻ, മെൽക്കി ലേവിയുടെ മകൻ. ഇതൊരു ചൊല്ലല്ലേ. അതിങ്ങനെ വരുന്നത് കൊണ്ട് പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകൻ. തമ്പുരാൻ പറഞ്ഞു വരട്ടെ. ഇവൻ ജോസഫിന്റെ മകൻ എന്ന് പറയാൻ വരട്ടെ. ഇവൻ ജോസഫിന്റെ മകനല്ല. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഈ ഒരു സംഭവം ആകാശം തുറന്ന് ജോർദാന്റെ കരയെ പ്രകമ്പനം കൊള്ളിച്ച് വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആത്മവെളിപ്പാടിൽ നോക്കിക്കോ, പൈശാചിക അധികാരങ്ങൾ നിന്ന് കുലുങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി പ്രവൃത്തി ആരംഭിക്കാൻ ഒരുവൻ ഇറങ്ങിക്കഴിഞ്ഞു. ആദം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിടത്ത് തന്നെ സംഭവിച്ച ഒരു മരണത്തിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ അടുത്ത ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നു. അത് ജോസഫിന്റെ മകനല്ല, അവൻ ദൈവത്തിൻ്റെ മകൻ. അപ്പൊ ഒന്നാം ആദമിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ മരണ നദി ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് നിർത്തി ഒരു ജീവന്റെ പകർച്ച അങ്ങോട്ട് വെളിപ്പെടുത്തി. ആ ജീവന്റെ പകർച്ചയ്ക്കകത്തോട്ട് തമ്പുരാൻ ചേർത്ത് നിർത്തിയ അടുത്ത തലമുറയിലെ കണ്ണികളാണ് ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് ഇന്ന് പകല വചനത്തിന്റെ വെളിപ്പാടിൽ ഞാൻ പറയാം, നമ്മുടെ അപ്പന്റെയോ നമ്മുടെ അമ്മയുടെയോ പേരിലുള്ള ഒരു സംഭവവും നമ്മളെ തൊടാൻ വചന വ്യവസ്ഥ പ്രകാരം അനുവാദമില്ലാത്തത് കൊണ്ട് പാരമ്പര്യ സമ്പന്നമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സകല ഇരുട്ടിന്റെ ഒഴുക്കുകളും ആ വചനത്തിന്റെ വെളിപ്പാടിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ ക്യാൻസൽ ആകണേ. പിതാക്കന്മാരുടെ മേൽ വ്യാപരിച്ചത് നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ മാതാവിന്റെ മേൽ വ്യാപരിച്ചത് നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഒക്കത്തില്ല. അപ്പന്മാരുടെ മേലോ അമ്മമാരുടെ മേൽ വ്യാപരിച്ചത് നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ മരണ വംശാവലിക്കകത്തല്ല, നമ്മൾ ജീവന്റെ പകർച്ചയ്ക്കകത്താണ്.
തലമുറ തലമുറയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാപ നദികൾ യേശുവിന്റെ നാമത്തിൽ, ഈ വചനത്തിന്റെ അധികാരത്തിൽ, ഈ 19ാമത്തെ പകലിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ വെട്ടുകയാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ഇന്നലകൾ വ്യാപരിച്ചതൊന്നും നമ്മുടെ മേൽ തൊടാനൊക്കത്തില്ല. കാരണം നമ്മൾ ജോസഫിന്റെ മകനല്ല. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ സന്തതിയാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് കാലങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ തൊടാൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ തകർച്ചകൾക്ക് നമ്മളെ തൊടാൻ ഒക്കത്തില്ല. ആ രോഗങ്ങൾക്ക് നമ്മളെ തൊടാൻ ഒക്കത്തില്ല. ആ പാരമ്പര്യ ശക്തികൾക്ക് നമ്മളെ തൊടാൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഉപവാസത്തിന്റെ പകലിൽ ഞങ്ങൾ അതിനെ വെട്ടി ജയമെടുക്കുകയാണ്. ഉദരഘടകശീയാര ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ഒരു പുതിയ ജീവന്റെ പുതുക്കം, ജീവന്റെ ഒഴുക്ക്, ജീവന്റെ കൊടി, ജീവന്റെ അധികാരം, ജീവന്റെ ശക്തി, ജീവന്റെ വിടുതൽ, ജീവന്റെ പുഷ്ടി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവമൈതലേ, നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും തുടങ്ങിയത് തകർന്നു. പക്ഷേ നിന്റെ ജീവിതത്തിൽ തകരത്തില്ല. നീ ആ ശാപത്തിന്റെ കണ്ണിയല്ല, നീ ആ കുടുംബത്തിന്റെ കണ്ണിയല്ല, നീ ആള് വേറെയാണ്. വർഷങ്ങളുടെ വിപരീത ചരിത്രം യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ വചനത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് മകൾ കീഴടങ്ങണം. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അത് കഴിഞ്ഞു വന്നു നിൽക്കുന്ന ആരാ? നമ്മളാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകാൻ നമ്മളാരാ? ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ ഭവനത്തിനകത്തോ എൻ്റെ കുടുംബത്തിനകത്തോ ഇന്നലകളിൽ നടന്ന ഒരു ദുരനുഭവം, ഒരു രോഗവും, ഒരു കെടുതിയും ആ വചനം വെച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചേ. ആ വചനം അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചേ. ഇന്നലകളിൽ എൻ്റെ ഭവനത്തിനകത്ത് നടന്ന ഒരു കെടുതിയും, ഇപ്പോൾ അന്യഭാഷയല്ല പറയേണ്ടത്, ഇപ്പോൾ ആ വചനം വെച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഈ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഇന്നലകളിൽ എൻ്റെ കുടുംബങ്ങളിൽ നടന്ന ഒരു തിക്താനുഭവം യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലോ എൻ്റെ തലമുറയുടെ മേലോ എൻ്റെ ഭവനത്തിനകത്തോ വ്യാപരിക്കാൻ പാടില്ലെന്ന് ആ വചനത്തിന്റെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പനയിടുകയാണ്. ഈ ഉപവസിച്ച് വചനം ധ്യാനിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് മാത്രം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. ആ വചന വെളിപ്പാട്, ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. ആമേൻ. ആ വചനപ്രകാരം ലൂക്കോസിന്റെ സുവിശേഷം 3:23 ആ വാള് വെച്ച ഞാൻ അനുഭവങ്ങളെ ക്യാൻസൽ ചെയ്യുകയാണ്. എൻ്റെ ഭവനത്തിനകത്ത് ആ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ ജയത്തെ പ്രാപിക്കുകയാണ്. പാരമ്പര്യ രോഗങ്ങൾക്കോ പാരമ്പര്യ ശക്തികൾക്കോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിന് മേലോ ഒരധികാരമില്ലെന്ന് ലൂക്കോസ് 3:23 വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് ജയമെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പോരാടിക്കേ. അന്യഭാഷ ഭാഷണം നല്ലതാണ്, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. പക്ഷെ ദൈവം വചനം അയക്കുമ്പോൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം. വചനാണ് വാള്. ഒരു വാക്യല്ലേ ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 42:22 വേഗം ഒന്ന് വായിച്ചേ.
എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗൃഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. അവസാന വരി ഒന്ന് വായിച്ചേ. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നമ്മളെ നോക്കി പരിശുദ്ധാത്മ പറയുക, ഇത് പറയുന്നില്ല. അന്യഭാഷ പറയുന്നില്ലെന്നാണോ? അല്ല, പിന്നെ കണ്ടോ, കൃത്യമായി ആ കാര്യം ആരും പറയുന്നില്ല. വിടുതലുകൾ എന്താ വൈകുന്നേ? ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ വിടുതൽ വൈകുന്ന? ചില കാര്യങ്ങൾ നമ്മളാ പറയണ്ടേ. കേട്ടോ, നമ്മളാണ് നമ്മുടെ ഭവനത്തിനകത്ത് ഇത് പറയണ്ട. യേശുവിൻ്റെ നാമത്തിൽ ഇനി അത് നടക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെട്ടു വരേണ്ട കൽപ്പനകൾ അത് ആത്മമണ്ഡലത്തിൽ അധികാരത്തോടെ പുറപ്പെടുവിക്കാനാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്. അപ്പൊ കാലങ്ങളായി ഒഴുകിക്കൊണ്ടിരുന്ന മരണ ജോർദാന്റെ ഇങ്ങേ തലയ്ക്കൽ ജീവന്റെ ഒഴുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പുത്രൻ കേറി എഴുതി. യേശു പ്രവർത്തി ആരംഭിച്ചു. അത് കഴിഞ്ഞ് നേരെ കയറി വരുന്നത് മരുഭൂമിയിലാണ്. അനേക തലമുറകൾ പട്ടുപോയ ഇടത്ത് വചനം തിന്ന്, വചനം ആഹരിച്ച്, വചനത്താൽ ജീവിക്കുന്ന ഒരു പുത്രത്വമായി പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചു കയറി. കണ്ടോ, ജോർദാൻ മരുഭൂമി. അത് കഴിഞ്ഞ് നേരെ പാരമ്പര്യത്തിന്റെ നസറത്തിനകത്തേക്ക് കയറുമ്പോൾ യേശയ്യാ പ്രവചന ചുരുളങ്ങോട്ട് വിടർത്തി വച്ചിട്ട് അതിനകത്ത് കാലങ്ങൾക്ക് മുൻപ് യേശയ്യാവ് എഴുതിയ, യേശയ്യാവ് പ്രവചിച്ച വചനത്തെ അങ്ങോട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് നിവർത്തി വന്നിരിക്കുന്നു. ആമേൻ. ആ നസ്രത്ത് പള്ളിക്കകത്തിരുന്ന പലരും യേശുക്രിസ്തുവിനെ കുറിച്ച് പലതും പറയുമ്പോൾ യേശുക്രിസ്തു തന്നെ കുറിച്ച് കണ്ടത് തിരുവെഴുത്തിൽ എന്തു പറയുന്നു. ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പലരും പലതും പറഞ്ഞെന്ന് വരാം. അതവിടെ നിൽക്കട്ടെ. പുസ്തകം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? തിരുവെഴുത്ത് നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? ഇന്ന് പകൽ തിരുവെഴുത്തിന് നമ്മളോട് എന്ത് പറയാനുണ്ട്? ജനം പറയുന്ന കാര്യമല്ല, അയൽവക്കക്കാര് പറയുന്ന കാര്യമല്ല, അസൂയാലുക്കൾ പറയുന്ന കാര്യമല്ല, നമ്മുടെ തകർച്ച കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയുന്ന കാര്യമല്ല. ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഇന്ന് പകൽ പ്രഖ്യാപിക്കേണ്ടത്. പുത്രത്വത്തിന്റെ യാത്രാ വഴികൾ നോക്കിക്കേ. ജോർദാൻ, മരുഭൂമി, നസ്രത്ത്. യാത്ര ഇങ്ങനെ തുടരുക. നസ്രത്തൂടെ കയറി വരുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, അവന്റെ മേൽ അഭിഷേകമുണ്ട്. അതാണ് ലൂക്കോസ് 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചു. ഇപ്പൊ 10,000 സുന്ദരനായ ചെറുപ്പക്കാരന്റെ മേൽ ഒരു അഭിഷേകം കിടപ്പുണ്ട്. അതിന്റെ പ്രവൃത്തി അങ്ങോട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ വേദപുസ്തകം പറയുന്നു, ആലയത്തിനകത്ത് കയറി കൈവരേണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ശാസ്ത്രിമാർ, പരീശന്മാർ ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് അവരെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന അറിയാം, അവർ ഭ്രാന്ത് നിറഞ്ഞവരായി അവനെതിരെ കൂടിയാലോചനകൾ നടത്തി. അപ്പോ അഭിഷേകമുള്ളവനെതിരുണ്ടോ? ഉണ്ടോ? 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 അഭിഷേകമുള്ളവനെ ഏതെങ്കിലും നിലയിൽ നശിപ്പിക്കണമെന്ന പദ്ധതികൾ രൂപപ്പെടുന്നിടത്താണ് വചനം പറയുന്നത്, ആ കാലത്ത് അവൻ മലയിൽ കയറി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവിട്ടു. ഏതെതിരാണെങ്കിലും പ്രാർത്ഥനയിൽ അവസാനിക്കാത്ത എതിരില്ല. ഏത് വെല്ലുവിളിയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ അവസാനിക്കാത്ത വെല്ലുവിളി ഇല്ല.
ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, തിരുവെഴുത്ത് പറയുന്നു, നമുക്കെതിരെയുള്ള ഏത് വെല്ലുവിളികളും നമ്മുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ മുൻപിൽ അവസാനിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ കാലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നമ്മുടെ മേലെ കൊണ്ട് വ്യാപരിക്കട്ടെ. എല്ലാവരും കൈയടിക്കുമ്പോൾ കൈയടിക്കുന്ന മാത്രമല്ല, എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ പറയുന്ന കാര്യമല്ല, എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യുന്ന കാര്യമല്ല, അല്ലാതെ ആത്മമണ്ഡലത്തിൽ തനിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് 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 കണ്ടോ. ആ കാലത്ത് അവൻ രാത്രിയിൽ ഒരു മലയിൽ കയറി തനിച്ച് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കൈ വരണ്ട മനുഷ്യനെ സൗഖ്യമാക്കാൻ ഒരഭിഷിക്തൻ എഴുന്നേറ്റപ്പോൾ അവനെ തകർക്കണമെന്ന് പദ്ധതി വന്നപ്പോൾ ആ അഭിഷിക്തൻ തളരാതെ പ്രാർത്ഥനയിൽ ഒരു രാത്രി ചെലവഴിച്ചപ്പോൾ അടുത്ത പുലർച്ചെ എങ്ങനെയാണെന്നറിയാവോ? ഇപ്പോൾ ഒരഭിഷിക്തനല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ 12 പേരൂടെ ഉണ്ട്. അഭിഷേകം വീണ ഒരുവനെ പൂട്ടാൻ നോക്കിയാൽ അവൻ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുന്നവനാണോ? ഒരു രാത്രി കഴിയുമ്പോൾ 1 എന്നുള്ളത് 13 മാറും. 10 മടങ്ങ് വർധനവ് തരുന്ന റബല യേശുവിനാമത്തിൽ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകല വചനം നമ്മോട് പറയുന്നെങ്കിൽ ജപസ്വനാദര പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. രാജാലരബാദര ഹഞ്ചലരസിയാദരബാഡാബ ഒതുങ്ങിപ്പോകുമോ എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ഒന്ന് ജാഗരിക്ക്. നടക്കത്തില്ല. ഒരെണ്ണത്തെ ഒതുക്കാൻ നോക്കിയ രാത്രി പിന്നിടുമ്പോൾ 13 രംഗത്തിറങ്ങി യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥനയിൽ തീരാത്ത പ്രശ്നങ്ങൾ ഇല്ല. എന്താ പ്രശ്നങ്ങൾ തീരാത്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വചനം ഒറ്റ മറുപടി പറയുന്നു: മര്യാദയ്ക്ക് പ്രാർത്ഥന നടക്കുന്നില്ല വീട്ടിൽ. എന്താ സംഘർഷം തീരാത്തെന്ന് ചോദിച്ചാൽ, കർത്താവ് പറയും മര്യാദയ്ക്കുള്ള പ്രാർത്ഥന നടക്കുന്നില്ല വ്യക്തിപരമായ ജീവിതത്തിൽ. കൂട്ടത്തിൽ പാടുന്നതും കൂട്ടത്തിൽ കൈയടിക്കുന്നതും കൂട്ടത്തിൽ അന്യഭാഷ പറയുന്നത് അതൊക്കെ കളാം. ഞങ്ങളെ പോലുള്ള ഉപദേശിമാർ ഇവിടെ നിന്ന് ദൂത് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഇടത്തും വലത്തും ഇരിക്കുന്നവൻ കൈയടിക്കുമ്പോൾ കൂട്ടത്തിരുന്ന് കൈയടിക്കുന്നതിന് പ്രത്യേകത എന്താ? ഈ കൈയടിയുടെ പകുതി തനിച്ചിരുന്ന് ചെയ്യുന്നുണ്ടോ? ഈ അന്യഭാഷാ ഭാഷണത്തിന് 1/4 തനിച്ച് ആ ഭവനത്തിനകത്തൊരു മൂലയ്ക്കിരുന്ന് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ തനിച്ചിരുന്ന് ആത്മാവിൽ ഇങ്ങനെ ജാഗരിച്ച് കയറുന്നുണ്ടോ? ആത്മമണ്ഡലത്തിലോട്ട് കയറാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ അതിൻ്റെ അടിവേരിളക്കി യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒരു പ്രാർത്ഥനാക്കാരനാക്കി മാറ്റത്തക്ക തരത്തിൽ ജപസ്വനാദന പ്രവർത്തനാദന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ തുറന്നുവിട. ഈ നന്നായിട്ട് അന്യഭാഷ പറയുന്നവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി. അന്യഭാഷ നന്നായിട്ട് പറയുന്നവരെന്ന് കര ഉയർത്താൻ. കൃപ. കർത്താവിന് നമ്മുടെ കയ്യടിയാണെന്ന് കേൾക്കണ്ടേ, അന്യഭാഷയാണെന്ന് കേൾക്കണ്ടേ? എന്താ കിട്ടാത്ത? എന്താ കിട്ടാത്ത? വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ? അത് കിട്ടാത്ത എന്താന്നാ ചോദിച്ചേ? പരിശുദ്ധാത്മാവിനെ കിട്ടാത്ത വിശുദ്ധി ഇല്ലാഞ്ഞോണ്ടല്ലേ? ആ ചിന്ത പൊട്ടുന്നിടത്ത് അത് പ്രാപിക്കും. വചനം നോക്കി, ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ജഡത്തെ മരിപ്പിക്കാനല്ലേ ആത്മാവ്? അല്ലേ? വിശുദ്ധനാകുന്നിടത്താണോ ഇത് കിട്ടുന്നത്? വിശുദ്ധനാകാനാണോ ഇത് കിട്ടുന്നത്?
പറ അല്ലേ? അപ്പൊ പിന്നെ ദൈവം ഇതിന് യോഗ്യത വല്ലതും നോക്കുന്നുണ്ടോ? തമ്പുരാൻ ഇത് തരുന്നത് തന്നെ വിശുദ്ധനാകാനാണ്. ആമേൻ. പിശാച് നമ്മുടെ അടുത്ത് പറയും നിനക്ക് യോഗ്യത ഇല്ലാത്തോണ്ടെന്ന് നിനക്ക് കിട്ടാത്തെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ പറയണം, യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല അത് വ്യാപരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ ഇന്ന് പകൽ അതിന്റെ മേൽ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദാഹിക്കാൻ നമ്മുടെ മേൽ ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. വായ തുറന്ന് നാവിൽ വരുന്ന ഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ശുഭിനനാമത്തിൽ ശുഭിനനാമത്തിൽ ഇതുവരെ അന്യഭാഷ പറയാത്ത നാവുകൾ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ. പുതിയ കൃപ, പുതിയ പകർച്ച, പുതിയ കൃപാവരം, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ വെളിപ്പാട്. ആണ് ദൈവങ്ങളെ, അഭിഷേകം പ്രാപിക്കാത്തവർ എന്നെയൊന്ന് ശ്രദ്ധിച്ചേ. അന്യഭാഷ ഇതുവരെ പറയാത്തവർ എന്നെയൊന്ന് ശ്രദ്ധിച്ചേ. അന്യഭാഷ പറയാത്തവർ ധൈര്യത്തോടെ അഭിമാനത്തോടെ കരം അങ്ങോട്ട് ഉയർത്തി. അന്യഭാഷ പറയാത്തവർ ആ അഭിമാനത്തോടെ ഉയർത്തച്ചാ. അന്യഭാഷ കിട്ടിയിട്ടില്ല, കൈ അങ്ങോട്ട് ഉയർത്തി. നാണം തൂങ്ങിയിരിക്കരുത്, ധൈര്യയുടെ കരം ഉയർത്ത്. നിങ്ങളെക്കാൾ വിശുദ്ധരല്ല ഇവിടുന്ന് അന്യഭാഷ പറയുന്നത് ഞങ്ങൾ. അത് മനസ്സിലാക്കണം. പിശാച് ആ ചിന്ത ഇടുന്നത് നീ വിശുദ്ധനല്ലാത്തോണ്ടാ കിട്ടാത്തതെന്ന്. നീ കുറച്ചുകൂടെ യോഗ്യത പ്രാപിച്ചാലേ കിട്ടൂന്ന് ചിന്ത ഇടുന്നത് ആരാന്നറിയാവോ? പറ. നമ്മൾ യോഗ്യനല്ലെന്ന് നമ്മളോട് വന്ന് പറയാൻ പിശാചിനെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. പിന്നെ നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ 24 മണിക്കൂർ അവന്റെ പണി നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറയിക്കില്ല. നിനക്ക് യോഗ്യതയില്ല കേട്ടോ, നിനക്ക് യോഗ്യതയില്ല, നിനക്ക് യോഗ്യതയില്ല, നിനക്ക് യോഗ്യതയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത് തന്നെ ജഡത്തെ മരിപ്പിക്കാനാണ്. തമ്പുരാൻ അറിയാം ഇത് ഇവന്റെ മേലുണ്ടെങ്കിൽ ഇവൻ അതിനെ ജയിച്ച് കയറും. ജയിച്ച് കയറുന്നവന് തരാനിരിക്കുവല്ല, ജയിക്കാനിരിക്കുന്നവന് തരാൻ പോവാ. ശിവനാമത്തിൽ ആ നാക്കിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തേ, വായ അങ്ങോട്ട് വിട്ടുകൊടുത്തേ, വായിൽ വരുന്ന അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വിട്ടുകൊടുത്തേ. എല്ലാം നാണോ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. 19ാമത്തെ പകൽ കൃപാവരം കൊണ്ട് വ്യാപരിക്കട്ടെ. ഒരു പുതിയ പകർച്ചയും കൊണ്ട് വ്യാപരിക്കട്ടെ.
നാവിനെ വിട്ടുകൊടുക്ക, നാവിനെ വിട്ടുകൊടുക്ക. ഇതുവരെ പറയാത്ത വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ. ഇതുവരെ വ്യാപരിക്കാത്ത ശക്തി വ്യാപരിക്കട്ടെ. തുരവലകടകരകജല വതിരി വിരി 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 ദുലുകുടകരകജല കടക സിയാരോ ചൂടവാന വാനാധാര ജൂഡാധാര ധീരാധാര ജൂഡമാന വൈഡാധാര വർദ്ധാരാധ ജൂഡാധാര ധാര 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 ഭാരധാര ജൂഡാധാര ധീരധാര ജൂഡാധാര ധീരധാര ധാര ധേര ഗൂഢധാര ധാര 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 ജേര ധാര വേര വാനധാര ജൂഡധാര ധീരഘട്ട വാദികർമ്മ വന്ദഘട്ട വാദഘട്ട വേദഘട്ട ജൂഡഘട്ട വന്ദഘട്ട. സഞ്ചരിക്ക, സഞ്ചരിക്ക, ആത്മാവിൽ സഞ്ചരിക്ക. ജൂഡവാര ധാര 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 വേദ ഭാര ധേര ജൂഡധാര ധര ഗട ഗദ രഗ 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 രജ രഗ 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 ഭവ രഗ രഘ രഘ രാജ. നിങ്ങളുടെ നാവിൽ വരുന്ന വാക്ക് പറ. സൈഥല റബശി ഖിബിൽ പ്രിവിനിയാത ഹുഡമ ശിദിനിയൽ ബ്രീദഗമ ഹോഡിയ ദായിൽ ബി ശതൽ ഐസ്മതഗമനിയോ ഉഡിമ ശതന രഗൽ ഗമന ഹന്ദോ ഹുഡമ ശതന റിഗ ശിബി ഹുഡമ ശിദിനിയൽ ബ്രീദഗമ ശുദ്ധനെ. കതടെ കതടെ. നാവിൽ വരുന്നത് പറഞ്ഞ് ആരാധിക്കേ. കത്തിക്കേറെ, കത്തിക്കേറെ, ആത്മാവിലങ്ങള് കത്തിക്കേറെ. നിന്റെ അഭിഷേകത്തെ തടയാൻ പിശാചിന് പറ്റത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപാവരത്തെ തടയാൻ പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. നിന്റെ അവകാശമായ ആത്മാവിന്റെ പകർച്ചയെ തടയാൻ ദേശശക്തികൾക്ക് കഴിയത്തില്ല. വൈഡപ്രവർദ്ധന വദസ്മനാദന രസ്മനാദന വൈഡസ്മനാദന റീബപ്രവർദ്ധന വൈഡാരാധ. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുള്ളതായിരിക്കാം. ഇതൊന്നും വിഷയമല്ല. നിങ്ങളുടെ നാവിനെ വിട്ടുകൊടുക്ക. പുതിയത് 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 പുതിയ ഭാഷ, പുതിയ കൃപാവരം, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ദർശനങ്ങൾ, പുതിയ സൗഖ്യങ്ങൾ. ഓ രാബ സന്ദരാജ വൈഡാധാര ജൂഡാബാര ധീരാബാര ധീരാജാര. നാവിൽ എന്താണോ വരുന്നത് അത് പറ, അത് പറ, അത് പറ. ഒരക്ഷരമായിരിക്കാം, ഒരു സ്വരമായിരിക്കാം, ഒരു വാക്കായിരിക്കാം, അത് പറ. ലജ്ജിക്കാതെ അത് പറ, പറ, പറ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. അടുത്ത പടി കയറട്ടെ. ഹുറബലഗദല ഹജലഗഡഗരഗദല വദിരിബിരിദലഗഡഗ ശിഗിരിയലരഗബബ നഗഡഗലഗദല വദല ഹുഡദലദലഗഡഗ ബൗശിലരഗബദല ഗഡഗബലഗ ഉഠിബിരിദുലഗഡഗസിയ.
നാവിൽ വരുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരാധിക്ക്. നാവിൽ വരുന്ന വാക്കുകൾ പറ പറ പറ. ലജ്ജിക്കാതെ അത് പറ പറ. വൈഡപ്രവർത്തന വനസ്മനാദന ആത്മാവിൽ കത്തിക്കേറ് യേശുവിന്റെ നാമത്തിൽ. ഒരേ ആത്മാവിൽ ഏകയാത്മാവിൽ ശബാരാധന ഹംദലാദിയാര വൈഡസ്മനാദന വൈശസ്മനാദന റീബപ്രവർസനാദന അദസ്കമാസിയ ലാർബിഥിനിയൽ ബ്രിബാദന ഹോഡബബബബ. പുതിയ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞോ? പുതിയ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞോ? കിട്ടിയോ? പുതിയ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞോ? ഒരക്ഷരായിരിക്കാം ചിലപ്പോൾ നാവിൽ വരുന്നത്, അത് പറയണം. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ. യോഗ്യത ഇല്ലെന്ന് പറയുന്നത് പിശാചാ കേട്ടോ. സ്വീകരിക്കല്ലേ, അതിനെ സ്വീകരിക്കല്ലേ. അതിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ ആയുസിൽ പ്രാപിക്കാൻ പോകുന്നില്ല. അയ്യോ ഞാൻ കുറവുള്ളവനായതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ലേ, ഞാൻ വിശുദ്ധി കുറവുള്ളവനായതുകൊണ്ട് കിട്ടത്തില്ലേ. ഈ ചിന്തയിടുന്ന സംഭവത്തെ പൊളിക്കണം. വായെടുത്ത് പറയണം, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ വിശുദ്ധനാണ്. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാൻ വിശുദ്ധനാണ്. ആമേൻ. അല്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പോരാടി അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പ്രാപിച്ചേ. ഞാൻ അഭിഷേകം പ്രാപിക്കാൻ ഒത്തിരി നടന്നാ, കിട്ടി. അവസാനം എൻ്റെ മോന് 3 വയസ്സുള്ളപ്പോൾ മോൻ തോളെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയുടെ പകൽ. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിനെ തോളയിൽ ഇല്ലാത്ത സമയത്ത് നിന്നിട്ട് കിട്ടിയിട്ടില്ല. ഇനി 3 വയസ്സുള്ള മോൻ തോളെ കിടക്കുമ്പോൾ കിട്ടും. ഞാനിത് ചിന്തിച്ച് തീരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യം, നിനക്ക് കുഞ്ഞിനെ തന്നാര്? എൻ്റെ ഉള്ളിൽ ഒരാൾ ചോദിക്കുക, നിനക്ക് കുഞ്ഞിനെ തന്നാര്? അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, ദൈവം അങ്ങനെയാണ് നിന്റെ കുഞ്ഞ് നിന്റെ തോളിൽ കിടക്കുന്നത്, നിന്നെ അഭിഷേകം ചെയ്യാൻ എനിക്ക് തടസ്സമല്ല. അന്നത്തെ ദിവസം 1:32 ആദ്യമായിട്ട് 2 വാക്ക് ഞാൻ പറഞ്ഞു, റിയാസിയ. ആദ്യം പറഞ്ഞതാ. 4 പേജ് നിറയെ അന്യഭാഷ കിട്ടിയിട്ടെ പറയാവുന്ന നിർബന്ധമൊന്നും പിടിക്കല്ലേ. ഒരക്ഷരാ കിട്ടുന്നത്, ചിലപ്പോൾ ഒരു സ്വരം ആയിരിക്കും കിട്ടുന്നത്, അത് കത്തിക്കണം. ആമേൻ. അമ്പം മിന്നിഞ്ഞു പോരും. അല്ല ഞാൻ പറയുന്നത് ഞാൻ കേട്ടതാണോ, എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളതാണോ, ഇതുവരെ ഇവിടെ ആരെങ്കിലും പറഞ്ഞതാണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ചിലപ്പോൾ പറഞ്ഞായിരിക്കാം, പറയാത്തതായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, മലയാളം ആയിരിക്കാം, തമിഴായിരിക്കാം, തെലുങ്കായിരിക്കാം, അറബി ആയിരിക്കാം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് അഭിഷേകം പ്രാപിക്കണം.
ആമേൻ. ഈ അഭിഷേകത്തിന്, കൃപാവരത്തിന്, വെളിപ്പാടിന് എല്ലാം താക്കോൽ ഇതാ. ദാഹിക്കാവോ, സംഭവം ഇഞ്ഞു പോരും. ഞാൻ ഒന്നരയ്ക്കൊന്നും നിർത്തത്തില്ല, അത് വേറെ കാര്യം. ഇന്ന് അഭിഷേകം പ്രാപിച്ചല്ലാതെ കളിയില്ല. 19ാമത്തെ ദിവസമായിട്ട് അഭിഷേകം പ്രാപിക്കാതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉപവസിക്കുന്ന ദൈവദാസന്മാരുടെ മേൽ കൃപാവരം കൊണ്ട് വ്യാപരിക്കട്ടെ. ഇതുവരെ വ്യാപരിക്കാത്ത വെളിപ്പാടെ കൊണ്ട് വ്യാപരിക്കട്ടെ. വചനത്തിന് വെളിപ്പാട് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദേശശക്തികളുടെ മേൽ ഒരു അധികാരം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ. തോളിന് വേദന ഇല്ലെങ്കിൽ ഈ ഉരുട്ടിപ്പരട്ടി അടിയൊക്കെ എടുത്ത് ദൂരെ കളയണം. ഇങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നല്ലേ, ആ കുഴപ്പരിപാടിയൊന്നും നടക്കത്തില്ല. ആമേൻ. വെച്ചങ്ങോട്ട് വിളക്കാൻ നോക്കി, സംഭവം ഇനി വരും ഇന്ന് യേശുവിന്റെ നാമത്തിൽ. ആ ലജ്ജയെല്ലായിരുന്നു ദൂരെ കളഞ്ഞ യേശുവിന്റെ നാമത്തിൽ. നാമത്തിൽ ആത്മാവിലെ കത്തി പൊടനെ പൊടനെ എല്ലാം കണ്ട് പൊടനെ. ഒരു തീ കാറ്റുപോലെ അഭിഷേകം ഈ ആലയത്തിനകത്ത് ഈ 19ാമത്തെ പകൽ ഇപ്പോൾ റിലീസ് ആകണേ. ആത്മാവിൽ കത്തിയോട് ആരാധിക്കുക യേശുവിന്റെ നാമത്തിൽ. ഒരു ഭയങ്കര അധികാരം. അതാണ് 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 പുതിയ ഭാഷ, പുതിയ ഭാഷ. ദൈവദാസന്മാരുടെ മേൽ പുതിയ പുതപ്പ്. അതാണ് 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 യേശുവിനാമത്തിൽ യേശുവിനാമത്തിൽ യേശുവിനാമത്തിൽ. പുതിയ വാക്കുകൾ പറഞ്ഞ ആരാധിച്ച എത്ര പേരുണ്ട്? പുതിയ വാക്കുകൾ, ഇതുവരെ പറയാത്ത പുതിയ ഭാഷകൾ പറഞ്ഞവർ, ഇതുവരെ പറയാത്ത പുതിയ വാക്കുകൾ പറഞ്ഞ എത്ര പേരുണ്ട്? അഭിഷേകം നമ്മുടെ അവകാശമാണ്. എനിക്ക് ആത്മാവിന്റെ എരിവോടെ അങ്ങോട്ട് പോരാടാവും. നുക എല്ലാം പൊടിഞ്ഞ് തകരും ദൈവമക്കൾ. ആമേൻ. ഈ മീറ്റിംഗ് തീരുമ്പോൾ നല്ല കത്തി ആരാധിക്കുന്നവരെല്ലാം ഞാൻ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. ഇവിടെ നിന്ന് ഉണക്ക പരിപാടി കാണിക്കുന്ന എല്ലാത്തിനും ഞാൻ പുറകെ പിടിച്ചോണ്ടു.
ഫ്രണ്ടിലൊക്കെ വന്ന് നല്ല ഫയറായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാം ബാൽക്കണി പോക്കണം. കത്തുന്നവരിഞ്ഞ് ഫ്രണ്ടിൽ പറയണം. ആമേൻ. ഇല്ലേ? ഒരു അടിപൊളി ആമേൻ അഭിഷേകത്തിലാണ് ജോലിക്കണ്ടേ. ഒരു വെടിക്കെട്ട് ആരാധന കഴിക്കാൻ കഴിയാത്ത ഒരു കുരുക്കും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ മക്കളെ. അഭിഷേകത്തിന്റെ ആരാധനയിൽ പൊട്ടാത്ത ഒരു ബന്ധനവും ഇല്ല. ഹല്ലേലൂയ. 21 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് അന്യഭാഷ പോലും പ്രാപിച്ചില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാ കേട്ടോ. ഞാൻ നിർത്തത്തില്ല, സത്യമായിട്ട് നിർത്തത്തില്ല. ആരെങ്കിലും കേട്ടാ എന്താ നാണക്കേട? 21 കഴിഞ്ഞിട്ട് അഭിഷേകം പ്രാപിച്ചില്ലെന്നോ? ഇല്ലേ? ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനാൻ ചെല്ലുമ്പോൾ ഹോട്ടലുകാർ ചോദിക്കുക ഉപവാസം കഴിഞ്ഞ് വന്നതാണെന്ന് ചോദിച്ചാ 19ാമത്തെ ഉപവാസം 1.5 മണിക്ക് നിർത്തിയെന്ന് പറഞ്ഞ നാണക്കേടല്ലേ ആൻറ്റി? ആ, എല്ലാരും അന്യഭാഷ പറയണമെന്ന്. ആമേൻ. നമുക്ക് യോഗ്യതയുണ്ട് ദൈവമക്കളെ. യേശുവാണ് നമ്മുടെ യോഗ്യത. ആമേൻ. ഈ അഭിഷേകം പ്രാപിക്കോ ഇല്ലയോ എന്ന് നിപ്പും ആരാധനയും കണ്ടാ അറിയാം. ഈ തൂത്തു തുടച്ചൊക്കെ നടക്കത്തേ. മനസ്സിലാകുന്നോ? മേൽക്കൂര പൊളിയാതെ രോഗി യേശുവിന്റെ അടുത്ത് ചെല്ലത്തില്ല. ഈ സാധനം പൊട്ടണം. ഞങ്ങളെ കൊണ്ട് ബഹളം വെപ്പിച്ച് ഉപദേശി അടങ്ങുമെന്ന് ചോദിച്ചാൽ ഉറപ്പ്. നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഇളക്കി തെറിപ്പിക്കാതെ ഈ യോഗം നിർത്തിക്കാല. നിന്നെ കാത്തിക്കുന്നു ശിവന്റെ നാമത്തിൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിൽ. Raba Shandala Ragal Gamaraga Jaziara. പരിശുദ്ധാത്മ നിറവിൽ ആത്മമണ്ഡലത്തിൽ മണിക്കൂറുകൾ സഞ്ചരിക്കണം. ഒഴിവ് പരിപാടിക്കകത്ത് വന്നിരുന്നുകൊണ്ട് പ്രസംഗം കേട്ട ആ പ്രസംഗം കേൾക്കുന്ന സമയത്ത് കുറെ അന്യഭാഷ പറഞ്ഞ് പോകുന്ന പരിപാടി നിർത്തണം. ആത്മാവിൽ സഞ്ചരിക്കണം. ഈ ബുദ്ധിയുടെ സ്വാധീനത്തെ പൊളിക്കുന്നിടത്താണ് അവകാശങ്ങളെ നമ്മൾ പ്രാപിക്കുന്നത്. അങ്ങനെയല്ലേ വായിച്ചേ? എലിയാ പ്രവാചകൻ ഉയർന്നു പോയോ? പുതപ്പ് താഴെ വരും. എലിയ ഉയരണം.
അപ്പൊ ലൂക്കോസ് സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലെ വാക്യം നമ്മൾ വായിച്ചേ അല്ലേ? രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ. 6-ാമത്തെ അധ്യായത്തിലെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞത്. അഭിഷിക്ത ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ ചിലർ ഭ്രാന്ത് നിറഞ്ഞവരായി. അഭിഷിക്തന്റെ അടുത്ത് എതിര് വന്നപ്പോ എന്താ സംഭവിച്ചേ? അവൻ ആ കാലത്ത് ഒരു രാത്രിയിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. അഭിഷേകമുള്ളവനാണോ കാര്യം കൈകാര്യം ചെയ്യുന്നത്? പ്രാർത്ഥനയില്ല. അവന്റെ ആയുധങ്ങൾ പ്രാർത്ഥന, വചനധ്യാനം, ആത്മാവിന്റെ ആരാധന. അതിൽ തീരും വിഷയങ്ങൾ. ഒരാൾ കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയ യേശു കർത്താവിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ എതിര് വർദ്ധിച്ചപ്പോ അഭിഷിക്തൻ പ്രാർത്ഥന കയറി. തിരിച്ചിറങ്ങി എങ്ങനെയെന്നറിയാവോ? 12 എണ്ണത്തെ കൂട്ടിക്കൊണ്ട്. ഒരുത്തൻ സൗഖ്യമാക്കിയപ്പോഴില്ലായിരുന്ന പ്രശ്നം. പ്രാർത്ഥന കഴിഞ്ഞപ്പോ 13 എണ്ണം നിപ്പുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന വെളിപ്പെടാവോ? എതിരിന്റെ 10 മടങ്ങ് ഇരട്ടി വിടുതൽ ശിവന്റെ നാമത്തിൽ. നമുക്കെതിരെയുള്ള വെല്ലുവിളിയുടെ 10 മടങ്ങ് വിടുതൽ. അസാധാരണ പ്രാർത്ഥന നടക്കണം. ഈയുടെ ആരാധനയും കൊണ്ട് നടക്കുമ്പോൾ ദേശത്ത് വ്യാപരിക്കുന്ന ഭൂതശക്തികൾ ഇളകും. നമ്മുടെയൊക്കെ ഭവനത്തെ ലക്ഷ്യമിട്ട് നിൽക്കുന്ന ദുർഭൂതങ്ങൾ ഈ തീയുടെ നടുവിൽ ഉരുകി തെറിക്കും. നീ ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ചാൽ മതി. നിന്റെ ഭവനത്തിനകത്ത് കിടക്കുന്ന കുരുക്ക് ഇന്ന് പകൽ നിന്റെ ആരാധനയുടെ തീ കത്തുന്ന ആ സമയം അവൻ എഴുതി പോകും. അപ്പൊ 8-ാമത്തെ അധ്യായം മുതൽ യേശു കർത്താവിന്റെ യാത്ര ശ്രദ്ധിച്ചോണം. ശിഷ്യന്മാരുണ്ട്, വിടുതൽ കിട്ടിയവരുണ്ട്, പുരുഷാരമുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിടുതൽ കിട്ടിയവരും പുരുഷാരവും യേശുവും കൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് 8-ാമത്തെ അധ്യായം അനന്തരം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ലേ? അനന്തരം അവൻ അനന്തരം വായിച്ചോ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയവും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അടുത്ത വാക്യം. പിന്നെ വലിയൊരു പുരുഷാരവും. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, വിടുതൽ കിട്ടിയവരുണ്ട്, പുരുഷാരമുണ്ട്. ചോദ്യം എന്താ? രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം. അപ്പൊ അഭിഷിക്തന്റെ യാത്ര ഉണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, വിടുതൽ കിട്ടിയവരുണ്ട്, പുരുഷാരമുണ്ട്, യേശുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. കർത്താവ് സംസാരിക്കുന്നു നോക്കി. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണ്
മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. നിർത്തി. ഇത്രയും കാര്യം പറഞ്ഞിട്ട് കർത്താവ് നിർത്തി. ചിലത് വഴിയരേ വീണു, ചിലത് മുളച്ചു വേരില്ലാത്തോണ്ട് പോയി, ചിലത് മുള്ളിനട വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയാ കേൾക്കാൻ. കർത്താവിന്റെ പോളിസി ഉണ്ടോ? കേൾക്കാൻ ചെവിയുള്ളവൻ, പ്രാപിക്കാൻ മനസ്സുള്ളവൻ. അത്രേ ഉള്ളൂ. അടുത്ത വാക്യം നോക്കി. അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്. കണ്ടോ, ആരൊക്കെയാ പോയേ? ശിഷ്യന്മാരുണ്ടായിരുന്നു, വിടുതൽ കിട്ടിയവരുണ്ടായിരുന്നു, പുരുഷാരുണ്ടായിരുന്നു. ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആര് വന്നു? ശിഷ്യന്മാർ. അവര് വന്ന് ചോദിച്ചു, എന്തോ പറഞ്ഞു. അപ്പൊ രണ്ടു കൂട്ടർ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചോ? ഒരു കൂട്ടർ ചോദിച്ചു, എന്തുവാ പറഞ്ഞേ? അപ്പൊ അവർക്ക് താല്പര്യമുണ്ട് ഇതിന്റെ പൊരുള് പിടിക്കണം. ഇതിന്റെ പൊരുള്. നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാ? എടാ, ശിഷ്യന്മാര് വന്ന് ചോദിച്ചേ, അങ്ങ് പറഞ്ഞ എന്റെ പൊരുളെന്തോ? കർത്താവ് പറഞ്ഞു നോക്കിയ മറുപടി. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു. നിങ്ങൾക്ക് ഈ സംഭവം കിട്ടിയത് കൊണ്ടാണ് ഈ ചോദിച്ച്. മറ്റുള്ളവർക്കോ ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും ഉപമകളിൽ അത്രേ. ഉപമകളുടെ പൊരുളോ ശേഷമുള്ളവരും നിങ്ങളും. അപ്പൊ ശേഷമുള്ളവരും കേട്ടു, നിങ്ങളും കേട്ടു. നിങ്ങളാരാ? നിങ്ങൾക്ക് വരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊതി. എന്തുവാ സംഭവം? ഈ സംഭവം അകത്ത് വീണാലുണ്ടല്ലോ, നമ്മൾ നിന്ന് പിടിക്കും. ആര്യാവൂർ അപ്പച്ചന്റെ പ്രാർത്ഥനാ മുറികളിൽ രാത്രി ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോ ആ മനുഷ്യൻ കൈ ചുരുട്ടി ഇടിച്ച ഇടിക്ക് കുമ്മായം പൂശിയ ഭിത്തി വിള്ളൽ വീണു. ഇന്നലെ ഷാജൻ മാസ്റ്റർ കോട്ടയത്ത് പറഞ്ഞു, കസേരകൾ ഒടിഞ്ഞാലും വിഷയമില്ല, 35 എണ്ണം ഒടിഞ്ഞു പോയാൽ അടുത്ത 35 എണ്ണം കൊണ്ടിടും. എത്ര? ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ പോയത്. സത്യം. സമാധാനത്തിൽ ഒരു ദൂതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കേറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഭ്രാന്തളക്കുന്ന പരിപാടിയാണ് പുള്ളി കാണിക്കുന്നത്. ഇന്നലെ ഷാജൻ ഭാഷണത്ത് പറഞ്ഞിട്ടാ ഞാൻ പോരുന്നത്. എന്തു വേണ്ടി 35 കസേര പറഞ്ഞാൽ ഇന്നലെ ഒരു 10 എണ്ണയിലും തകണം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പട കേൾക്കാൻ. ഒരു കസേര പൊട്ടിയാൽ എന്താ വിടുതലല്ലേ? പോയ 600 രൂപ അല്ലേ ഒരു കസേരയ്ക്ക്? 600 രൂപ കൊടുത്താൽ അങ്ങനെ വിടുതൽ കിട്ടുമോ?
ഒന്ന് സന്തോഷിച്ച്. ആ ഫോർട്ട് കൊച്ചിയിലെ ബിവറേജസിന്റെ കൗണ്ടറിൽ ഇപ്പം പോയി നോക്കി, എന്തോ ഒരു പ്രത്യാശ, സന്തോഷം എന്നവർക്ക്. വേർത്ത് വിമ്മി കുതിർന്ന് വെയിലാടിച്ച് ചുരുണ്ടിരിക്കുമ്പോഴും ഭയങ്കര പ്രത്യാശ. ഇതും കണ്ടിട്ട് നമ്മൾ ചർച്ചയിൽ കയറി വരുമ്പോ ഞാൻ പറഞ്ഞ കള്ളാണ്. ഇന്ന് ഇവിടുന്ന് പോകുമ്പം ഒന്ന് നോക്ക്, ഓരോരുത്തരെയും നോക്കണം. ഒരെണ്ണം പോലും വാടിയ മുഖത്തോടെ ഇവിടെ ഇല്ല. ഒരെണ്ണത്തെ ഒന്ന് കിട്ടണമല്ലോ. എന്നാ 300 പോകും, 500 പോകും. അതിനേക്കാൾ എന്തോ സൂപ്പർ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കത്തുന്ന സമയത്ത് നമ്മുടെ വാഗ്ദത്തത്തിന്റെ സകല കുരുക്കും ആത്മമണ്ഡലത്തിൽ ചെറിയ കാര്യമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലൂക്കോസ് 7 ശതാധിപൻ പറഞ്ഞു കേട്ടോ, എന്റെ വീട്ടിൽ വരണ്ട, രോഗിയെ തൊടണ്ട, അങ്ങ് അവിടെ നിന്നോണ്ടൊരു വാക്ക് പറ. എനിക്കറിയാം, വരിക എന്ന് പറഞ്ഞാൽ എന്റെ കീഴിലൂടെ പടയാളി വരും, പോകാന്ന് പറഞ്ഞാൽ അവൻ പോകും, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. നീ അധികാരമുള്ളവനാ, ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. അവൻ തൊടണ്ട, വരണ്ട, കാണണ്ട. ശതാധിപൻ എത്ര മെസ്സേജ് കേട്ടു പാസ്റ്ററെ? ശതാധിപൻ എത്ര 21 പോയിരുന്നു? ശതാധിപൻ എത്ര പവർ കോൺഫറൻസിൽ പങ്കെടുത്തു? അങ്ങേര് പറയുക അധികാരം എന്തുവാന്ന് എനിക്കറിയാം. എന്റെ കീഴിൽ പടയാളിയുണ്ട്, വരിക അവൻ വരും, പോക അവൻ പോകും, ഇത് ചെയ്യുക അവൻ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു നിന്റെ മേൽ അധികാരമുണ്ട്. അങ്ങ് അവിടെ നിന്നുകൊണ്ട് പോ എന്ന് പറഞ്ഞാൽ എന്റെ ഭവനത്തിലെ രോഗശക്തി വിട്ടു പോകും. ഒരു ലെവല് കഴിഞ്ഞു കയറി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടോ? എഴുതി വച്ചേക്കുന്ന പുസ്തകത്തിൽ യേശു ആശ്ചര്യപ്പെട്ടു പോയി. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല. അന്നത്തെ വിടുതൽ എങ്ങനെ വേണമായിരുന്നെന്ന് യേശു അല്ല തീരുമാനിച്ചേ, ശതാധിപനാ തീരുമാനിച്ചത്. അർത്ഥ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത്, അതുപോലെ സംഭവിക്കട്ടെ. ഇവിടെ ഇരുന്നോണ്ട് പറ, ഇന്നെന്റെ ഭവനത്തിനകത്ത് ഞാൻ മടങ്ങി ചെല്ലുന്നതിനകം ഒരത്ഭുത പ്രവൃത്തിയെ ചെയ്യാൻ ഞാൻ സേവിക്കുന്ന ദൈവമേ അങ്ങ് ശക്തൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൂതൊക്കെ അങ്ങോട്ട് വീഴുമ്പോണ്ടല്ലോ, അടുത്തിരിക്കുന്ന മിണ്ടായിരുന്നാലുണ്ടല്ലോ, ആകം കത്തുന്ന അന്യഭാഷ വെടിക്കെട്ട് പോലെ പറയണം. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുക, ചിലർ, വചനം വിത്ത വിതക്കാരൻ എല്ലാം പറഞ്ഞിട്ട് പറയുക, ചിലർ വചനം കേൾക്കുന്നെങ്കിലും പിശാച്
അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. എപ്പോഴാ? കേട്ടോണ്ടിരിക്കുമ്പോ അവൻ പൊക്കിക്കൊണ്ടുപോകും. എങ്ങനെ? അവന് മനസ്സിലായി ഈ സംഭവം പുള്ളി പിടിക്കുന്നില്ലെന്ന്. അതേക്കുറിച്ച് ബൈബിളിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഉറങ്ങുന്നതിനാൽ. അപ്പൊ ഈ വീഴുന്ന ദൂത് പൊക്കിക്കൊണ്ട് പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ദൂതനല്ല, കേൾക്കുന്നവനാണ്. നമ്മൾ ഈ ദൂത് വീഴുമ്പോ കാണിക്കുന്ന പരാക്രമം ഒന്നും പൊട്ടത്തര അല്ല. ഷാലിൻ പറ അമ്മ അതൊക്കെ താക്കോല. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഈ ബാംഗ്ലൂരിൽ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോ ഫ്രണ്ടിൽ 2 പെമ്പിള്ളേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള 2 എണ്ണം ഉണ്ട്. മീറ്റിംഗ് പടപടാ പോവും. ഓരോ ദൂത് വീഴുന്നു, ഷാളി പിടിക്കുന്നു, വായിക്കാത്തിടുന്നു. 2 പെമ്പിള്ളാര് ബാംഗ്ലൂരിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാണിച്ച ദൂത് വീഴുന്നു, ഇതുങ്ങൾ 2 ചാടി എഴുന്നേക്കും, പിടിക്കും, വായിക്കത്തിടും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പറയാം, അതിനൊക്കെ വ്യവസ്ഥയുണ്ടോ? അത് കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ മതി. ഞങ്ങൾക്കിപ്പോൾ അതിന് സമയമില്ല. ആകെ തപ്പി നോക്കി കണ്ടുപിടിച്ച് കമൻട്രി നോക്കി പണ്ഡിതന്മാരെ കണ്ട് തിയോളജിയൊക്കെ നോക്കിയിട്ട് വ്യവസ്ഥ ഉണ്ട് പിടിച്ചാൽ മതി. ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. നമുക്ക് എത്രയും പെടുന്ന കാര്യം ദൈവപ്രവൃത്തി നടക്കണം. ആമേൻ. നിങ്ങൾ നോക്കിയോ, ഈ അവസ്ഥകളെല്ലാം തിരിഞ്ഞു മറിയാൻ പോവാ. കാമ്പുള്ള ചിലത് രംഗത്ത് വരാൻ പോവാ. അടുത്ത ജനറേഷൻ കത്തി കേറുന്നത് നമ്മുടെ കണ്ണുകൊണ്ട്. നിങ്ങളാ ആ വചനം ശ്രദ്ധിച്ചോളാം. അതിനകത്ത് കിടപ്പുണ്ട് സംഭവം. ചിലർ ഉറങ്ങുന്നതിനാൽ പിശാച് കൊണ്ടുപോകുന്നു. കേട്ടത് എന്തുവാ, പറഞ്ഞത് എന്തുവാ, വായിച്ചത് എന്തുവാ? അടുത്തത്, പാറമേൽ ഉള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. കേട്ടോ, കേൾക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കൈക്കൊള്ളും. എന്താ വേരില്ലെന്ന് പറയാൻ കാര്യം എന്താ? വായിച്ചോ. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും. തൽക്കാലം തൽക്കാലം വിശ്വസിക്കും. അടുത്ത വാക്ക് വന്നിട്ടുണ്ടോ? പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ ദൂതിന്റെ ആയുസ് എത്ര നേരം നോക്കി ആണോ? ഒരു ദൂതിന് അയാളിലുള്ള ആയുസ് എത്ര നോക്കി? ക്രൈസിസ് ഉണ്ടാകുന്നത് വരെ തീയെ ചൂട്ടെ. എന്നാൽ ഈ ക്രൈസിസ് വരുമ്പോ അറിയണ്ടേ, ഇതിനെ പൊളിക്കാനാണ് അഡ്വാൻസ് ആയിട്ട് ദൂത് കിടക്കുന്നതെന്ന്. ജോസഫെ, നിന്നെ കാരാഗ്രഹത്തിനകത്ത് എടുത്തിടുമ്പോൾ അവിടെ കത്താനാണ് അഡ്വാൻസ് ആയിട്ട് നിനക്ക് സ്വപ്നം.
ഈ രണ്ട് തരത്തിൽ കാര്യം മാനേജ് ചെയ്യാം കേട്ടോ. സ്വപ്നം ഉണ്ടായിട്ട് എന്താ ദൈവാസ കാര്യം? ജയിലല്ലേ എന്ന് പറയാം. ജയിലിൽ കാര്യമില്ല ദൈവാസ, സ്വപ്നം കിടപ്പുണ്ടെന്ന് പറയാം. ഇന്ന് വിഷയ, പക്ഷെ ദൂത് കിടപ്പുണ്ടെന്ന് പറയാം. തിരിച്ചും പറയാം, ദൂതുണ്ടായിട്ട് എന്താ കാര്യം? വിഷയങ്ങളല്ലേ. അല്ല, രണ്ട് പ്രതികരണം കണ്ടോ. കത്തല് ടീം എന്ന് പറയുന്നറിയാം, വിഷയമുണ്ട് സാരമില്ല, പക്ഷേ തമ്പുരാൻ മുമ്പേ പറഞ്ഞ ദൂത് കിടപ്പുണ്ട്, അത് നടക്കും യേശുവിന്റെ നാമത്തിൽ. ഇതെല്ലാം പൊളിയും, ഈ പ്രശ്നങ്ങൾ പൊളിയും, ഈ വെല്ലുവിളി പൊളിയും, ഈ ക്രൈസിസ് പൊളിയും. നമ്മളൊക്കെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യമായിട്ട് പറയണം, പിശാച് നിന്റെ പണി നടക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം എന്നോട് അരുളി ചെയ്ത ദൂതുകൾ എന്റെ മേൽ കിടപ്പുള്ളത് കൊണ്ട് നിന്റെ ഒരു പണി നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ ദൂതിന്റെ അവകാശം ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് വിടവോ സകല. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ പ്രാർത്ഥനയൊക്കെ വേറെ ലെവലാ. വേളക്കണം ഇരുന്നുകൊണ്ട് സംസാരിക്കണം അവനോട്. നീ നിന്റെ ദൂതന്മാർ വിടുന്ന ഒരു പണി നടക്കത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവം എന്നോട് അരുളി ചെയ്ത ദൂതുകൾ എന്റെ കുടുംബത്തിന് മേൽ യേശുവിന്റെ നാമത്തിൽ കിടപ്പുള്ളത് കൊണ്ട് നിന്റെ പദ്ധതികളെ ഞാൻ ക്യാൻസൽ ചെയ്യും. അത് പറയാൻ അഡ്വാൻസ് ദൂരം അങ്ങോട്ട് തന്ന് നിറച്ചേ. പറയണം അങ്ങോട്ട് വാ തുറന്ന്. അതാ യെശയ്യാ 42:22 മടക്കി തരിക എന്ന്. അത് തെളിയിക്കാം, കിടപ്പുണ്ട് താഴെ. തൽക്കാലം ഇന്നലത്തെ ദൂതം എന്തുവായിരുന്നു? ഇന്നലെ വന്ന ദൈവാസനോട് പോയി ചോദിക്കാം അല്ലേ, ഇന്നലത്തെ ദൂതം എന്തുവായിരുന്നു? എന്തോ നിയോഗം? ഏത് നിയോഗം? ആരുടെ നിയോഗം? ഇന്ന് വൈകിട്ട് എങ്ങാനും ഡയറി കുറിപ്പും കൊണ്ട് ഇവിടെ ഇരുന്ന ഞാൻ വലിച്ചു കയറി തീയിടും. കണ്ടോ? തൽക്കാലം. അടുത്ത ദിവസം നമ്മൾ പോരാടുന്നത് ആ ദൂത് വച്ചിട്ടാ. ദൈവത്തിന്റെ എറളപ്പാടൊരു വാളായി എടുത്തു വച്ചിട്ടാ നമ്മൾ പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരെ വ്യാപരിക്കുന്ന വിഷയങ്ങളോട് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ആലോചനയുടെ അടിസ്ഥാനത്തിൽ, ആ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഗ്ദത്തം പറഞ്ഞുള്ള പ്രാർത്ഥന വേറെ ലെവലാ കേട്ടോ. നിങ്ങളുടെ ദൈവാസം പ്രവാചകനല്ലേ, എത്ര ദൂത് കിട്ടിയിട്ടുണ്ടല്ലേ. ഒരു ദിവസം ആ പ്രവചനം ഒന്ന് തിരിച്ചു പറഞ്ഞൊരു കത്തിരി കത്തിച്ചിട്ടുണ്ടോ? ആമേൻ. അടുത്ത വാക്യം. പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുക്കി പൂർണ്ണമായും ഫലം കൊടുക്കാത്തവരത്ര. അവിടെ എല്ലാം നിങ്ങൾ വായിക്കുന്ന ഒരു വാക്കുണ്ടോ? കേൾക്കുന്നവർ എങ്കിലും. എങ്കിലും അതിനു മുമ്പ് കിടപ്പുണ്ട് ഇതേ വാക്ക്, കേൾക്കുന്നവർ എങ്കിലും. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം?
ഇവര് അടിപൊളി ഉഴപ്പ് ടീമാണ്. മനസ്സിലായോ? ഈ നമുക്കൊരു ദൂത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദൂതിന്റെ വെളിപ്പാടിൽ ജീവിക്കണം. ഈ ദാവീദിന്റെ തല തൈലം ഒഴിച്ചെങ്കിലും രാജാവായില്ല അല്ലേ? ആ, തൈലം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് പുള്ളി ആടിനെ നോക്കാൻ പോയി. അങ്ങനെയല്ലേ വാക്യം? ആന്നു. പക്ഷെ ആടിനെ നോക്കുമ്പോഴും ദാവീദിന്റെ മൂക്കിലൊരു മണമുണ്ട്. അഭിഷേക തൈലത്തിന്റെ ഒരു മണം. ഇത് അടിക്കുമ്പോ പുള്ളിക്കറിയാം, ഇപ്പൊ ഞാൻ ആടിന്റെ കൂടാന്നേലും ഞാൻ രാജാവിന്റെ സ്ഥാനത്ത് കയറി ചെല്ലുന്നവനാണ്. എന്റെ മേലെ അഭിഷേകമുണ്ട്. നമ്മളൊക്കെ ചില സമയത്ത് ദൂതിന്റെ മണം കൊണ്ട് ജീവിക്കുന്നവരാ ദൈവാസ. ചില സമയത്ത് കട്ട പുകയാണെങ്കിലും നമ്മളെ കത്തിക്കുന്നത് ദൂതിന്റെ മണത്തിലാ. ആമേൻ. പറ അങ്ങോട്ട്, ആ ദൂതിന്റെ മണത്തിൽ ജീവിക്കാൻ പറ. പ്രൈസ് ദി ലോർഡ് പറയാനല്ല ഞാൻ പറഞ്ഞേ, അത് പള്ളി പറഞ്ഞാൽ മതി. അന്തസ്സായിട്ടിരുന്ന് പ്രൈസ് ദി ലോർഡ് പറയുന്നു. ദൂതിന്റെ മണത്തിൽ ജീവിക്കണം എന്ന് പറ. ആ പറ അങ്ങോട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ ശൗലിനെ പേടിച്ച് നിലത്തിലെ ഗുഹയിൽ ദാവീദ് ഒളിച്ചിരിക്കുമ്പോഴും യോനാഥാൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ അവിടുത്തെ രാജാവാകട്ടോ. നീ ഇങ്ങനെയൊക്കെ പറയുന്ന ചങ്ങാതിമാരെ കൂടെ കൊണ്ട് നടക്കണം. നല്ലൊരു ചായ കുടിക്കാൻ കാശില്ലല്ലേ അവൻ നമ്മുടെ കൂടെ ഇരുന്ന് പറയും, സാരമില്ല അച്ചായൻ കത്തിക്കും. തമാശ അല്ല, ഇതിനകത്തെല്ലാം കളി കിടപ്പുണ്ട്. ചിലതിൻ്റെ കൂടെ കൂടിയാൽ നമ്മുടെ ഉള്ള വിശ്വാസം കൂടെ കെടുത്തി കളയും. എന്നാൽ ചിലതിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് കത്തിച്ച് നിർത്തും. ആമേൻ. കത്തിക്കുന്ന ബന്ധങ്ങൾ. പത്ത് മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടിയെങ്കിലും കത്തിച്ച് കയറ്റി വിടണം. ബാക്കി ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ഒരുത്തനെ 10 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയുള്ളൂ, അവനെ കത്തിച്ചു വിടണം. ആ കത്തിച്ചു വിടുക എന്ന് പറയുന്നത് ന്യൂ ജനറേഷന്റെ ഭാഷയല്ല എൻ്റെ ദൈവമക്കളെ, അത് പുരോഹിത ശുശ്രൂഷയാണ്. പുരോഹിതന്റെ ശുശ്രൂഷ എന്തുവാ? സ്വർഗം കത്തിച്ച തീ കെടാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് വന്നപ്പോൾ ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ എന്താന്ന് നോക്കിയേ, അണഞ്ഞ ഹൃദയമായിട്ട് നിന്ന് 2 എണ്ണത്തിന്റെ ഇടയിലോട്ട് കയറി നിന്ന് 2 എണ്ണത്തിന്റെ ഉള്ളത്തെ കത്തിച്ച് കയറ്റിട്ടങ്ങ് പോയി. 10 മിനിറ്റ് കാര്യം പറയാൻ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഷാർജാക്കണം. അടുത്ത തലമുറ കയറി വരുന്നുണ്ട്, അടുത്ത പിള്ളേർ സെറ്റ് അറിയാവോ? നമ്മൾ ഈ ഉണങ്ങിയും തൂക്കിയിരുന്ന ആമാർ നമ്മളെ അടുത്ത് ദൂരെ കൊണ്ട് കളയും. ആമേൻ. അപ്പൊ അടുത്ത ജനറേഷനെ നടുവിൽ പിടിച്ചു നിൽക്കാനെങ്കിലും കത്തിക്കണം. ഈ ഇരിക്കുന്നൊക്കെ ബോംബാ. ഈ ടാങ്കർ ലോറി പോകുമ്പോൾ അതിൻ്റെ പുറയിൽ എഴുതിയേക്കുന്ന വായിച്ചിട്ടുണ്ടോ? ടാങ്കർ ലോറി പോകുമ്പോൾ പുറയിൽ എഴുതിയേക്കുന്ന വായിച്ചിട്ടില്ലേ? അതാ സാധനം. രാത്രിയോടൊപ്പമുണ്ട് സാധനം. നമ്മളൊക്കെ വയസ്സ് 55 ഇപ്പോഴും നമ്മളെ ആരും പിടിക്കണ്ട ആരാധിക്കുമ്പോൾ. ഇവന്മാർ ആരാധിക്കാൻ തുടങ്ങിയ 4 പേര് പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പൊ ഇതുങ്ങളൊക്കെ സ്റ്റേജിൽ കയറി ശുശ്രൂഷിക്കുന്ന സമയം നിങ്ങൾ ഓർത്തു നോക്കി.
നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ. എന്തുവാ വായിച്ചേ? ക്ഷമയോടെ. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൂത് വിടുതലാവും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൂത് വിടുതലാകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൂത് വിടുതലാകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ വീടുന്ന ദൂത് വിടുതലാകും. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിട മോനെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ മേലെ ശുശ്രൂഷയുണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ടോ? എത്ര എണ്ണം പറഞ്ഞു? ആണോ? ദേ ഇന്ന് ഉറപ്പിച്ചു വരുന്നു, നിന്റെ സ്ഥിതി മാറാൻ പോവാ. ഇവനൊരു അടയാളമായി മാറാൻ പോകുന്നു. ഇവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുണ്ടോ? ഇവനൊരു അടയാളമായി മാറാൻ പോവാണ്. വർഷങ്ങളായി അതിനകത്ത് നടക്കാതെ കിടക്കുന്ന കുരുക്കുകൾ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന പ്രവചനാത്മാവിന്റെ പകർച്ചയിൽ അവൻ അടിച്ചു പൊട്ടിക്കുന്നത് പോലെ ഈ ചർച്ചിലെ അനേക കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിന്റെ ഭയങ്കര പകർച്ച അവർ റിലീസ് ആകുന്നു. Let's back him in there.